നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. പുണ്യദർശനത്തിന്റെ സുഹൃതം നുകർന്ന് മണ്ഡലകാലത്തിന് തുടക്കം. ശബരിമല നട തുറന്നു. ആദ്യ ദിനം ശബരിമലയിൽ വൻ തിരക്ക്. അഷ്ടമുടിക്കായലിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേർ മുങ്ങി മരിച്ചു. കൊല്ലം വാളത്തുക്കൽ സ്വദേശികളാണ് മരിച്ചത്. 6 പേരടങ്ങുന്ന സംഘത്തിലെ 2 പേരാണ് മുങ്ങി മരിച്ചത്. നൂറിനാട് ഇടക്കുന്ന തിടിമിന്നലേറ്റ് നാശനഷ്ടം. ഇടക്കുന്ന മൂലയിൽ തെങ്ങും വിളയിൽ രാധാകൃഷ്ണപിള്ളിയുടെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം. കരുനാഗപ്പള്ളിയിൽ അനുവദിച്ച കോളേജിന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും. കരാർ ഏറ്റെടുത്ത കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. 2 ഘട്ടങ്ങളായാണ് കെട്ടിട നിർമ്മാണം. വിശദമായ വാർത്തകളിലേക്ക്. പുണ്യദർശനത്തിന്റെ സുഹൃതം നുകരാൻ വീണ്ടും ഒരു മണ്ഡലകാലം. ശബരിമലയിൽ മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് നട തുറന്നു. ഇനിയെങ്ങും ശരണം വിളിയുടെ നാളുകളാണ്. ഡിസംബർ 27-നാണ് മണ്ഡലപൂജ. ശബരിമല നട തുറന്നു. ശബരീശഗിരിയിൽ ഇനി ശരണമന്ത്രങ്ങൾ മുഴങ്ങും കാലം. 65 ദിവസം നീളുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനാണ് തുടക്കമായത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിൽ ദീപം തെളിച്ചു. തുടർന്ന് മാളികപ്പുറം ക്ഷേത്രം തുറക്കാൻ മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിക്ക് താക്കോലും ഭസ്മവും കൈമാറി. ശേഷം 18-ാം പടി ഇറങ്ങി ആഴി തെളിയിച്ച ശേഷം തീർത്ഥാടകരെ പടി കയറി ദർശനത്തിന് അനുവദിച്ചു. നിയുക്ത മേൽശാന്തിമാരാണ് ആദ്യം 18-ാം പടി കയറിയത്. ചാലക്കുടി, വാസുപുരം, മറ്റത്തൂർക്കുന്ന്, ഏറന്നൂർമനയിൽ ED പ്രസാദ് ശബരിമലയിലും, കൊല്ലം മയ്യനാട്, കൂട്ടിക്കട, ആയിരംതെങ്ങ് മട്ടത്തുമഠത്തിൽ MG മനു നമ്പൂതിരി മാളികപ്പുറത്തും മേൽശാന്തിമാരായി അവരോധിക്കപ്പെട്ടു. തിങ്കളാഴ്ച മുതലാണ് ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിക്കുക. പുലർച്ചെ 3-ന് ശബരിമല മാളികപ്പുറം നടകൾ തുറക്കും. ദിവസവും പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ രാത്രി 11 വരെയുമാണ് ദർശനം. ഡിസംബർ 27-നാണ് മണ്ഡലപൂജ. തുടർന്ന് രാത്രി 10-ന് നടയടയ്ക്കും. മകരവിളക്കിനായി ഡിസംബർ 30-ന് വൈകിട്ട് 5-ന് നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ജനുവരി 20-ന് നടയടയ്ക്കും. ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ ആദ്യഘട്ടത്തിൽ സുരക്ഷയ്ക്കായി 3500 പോലീസുകാരെയാണ് സന്നിധാനത്തും നിലയ്ക്കലും പമ്പയിലും സ്പെഷ്യൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 6 ഘട്ടമായി നിയോഗിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ ജയന്റെ ഓർമ്മകൾക്ക് ഇന്ന് 45 വർഷം. 1980 നവംബർ 16-ന് ചെന്നൈക്കടുത്തുള്ള ഷോളാവാരത്ത് കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിനിടെ സംഭവിച്ച ഹെലികോപ്റ്റർ അപകടത്തിലൂടെ ജയൻ ഓർമ്മയായി മാറിയപ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും 41 വയസ്സ്. പ്രേം നസീറും മധുവും സോമനും അടക്കി വാണിരുന്ന ഒരു കാലത്താണ് 1974-ൽ ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെ ജയൻ അഭ്രപാളിയിലേക്ക് എത്തുന്നത്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും. മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞുവീശിയ താരമായിരുന്നു ജയൻ. 1939-ൽ കൊല്ലത്ത് കൃഷ്ണൻ നായരായി ജനിച്ച അദ്ദേഹം സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ നാവികസേനയിൽ 15 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. 1974-ൽ ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ ജയൻ വെറും 6 വർഷം കൊണ്ട് മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചു. Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers.
തന്റേതായ പൗരുഷം നിറഞ്ഞ ശരീരഭാഷയും തീക്ഷ്ണമായ നോട്ടവും പ്രത്യേക ശൈലിയിലുള്ള സംഭാഷണങ്ങളും അദ്ദേഹത്തെ യുവാക്കളുടെ ആരാധനാപാത്രമാക്കി. ഇനി മേലാൽ നിന്നെ എവിടെങ്ങനെ കണ്ടുപോയാൽ ശരപഞ്ചരം, അങ്ങാടി, കരിമ്പന തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്ന പദവി അദ്ദേഹം സ്വന്തമാക്കി. സാഹസിക രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം വലിയ കയ്യടി നേടി. എന്നാൽ ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് 1980 നവംബർ 16 കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം വെള്ളിത്തിരയിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞുപോയി. നാൽപ്പത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമായത് ഇനി പകരം വെക്കാനില്ലാത്ത ഒരു യുവതാരത്തെയായിരുന്നു. ജയൻ വിടവാങ്ങി 45 വർഷങ്ങൾ പിന്നിടുമ്പോഴും മലയാളിയുടെ മനസ്സിൽ ആ പൗരുഷം ഒട്ടും മങ്ങിയിട്ടില്ല. സാഹസികതയുടെയും താരതിളക്കത്തിന്റെയും പര്യായമായി മാറിയ ജയൻ വെള്ളിത്തിരയിൽ നിന്നും ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയെങ്കിലും ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുകയാണ് നിത്യഹരിത ആക്ഷൻ ഹീറോയായി. വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി ദൂരെയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നിരുപ്പാടേ. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. സ്വതന്ത്രവും ഉത്തരവാദിത്തമുള്ളതുമായ മാധ്യമത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുകയാണ് ഓരോ മാധ്യമ ദിനവും. ജനാധിപത്യ സംരക്ഷണത്തിന്റെ 4ാമത്തെ തൂണായി മാധ്യമങ്ങൾ വർത്തിക്കുമ്പോഴും അവർക്കെതിരായ കടന്നാക്രമണങ്ങൾ ഇന്നും വർദ്ധിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലും മാധ്യമങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾ ശക്തമാണ്. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇന്നത്തെ മാധ്യമ മേഖലയുടെ പ്രവർത്തനം. മാധ്യമ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം. എങ്കിലും ജനാധിപത്യ സംരക്ഷണത്തിന്റെ തൂലികയും അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ പൊള്ളുന്ന ജീവിതത്തെയും മനുഷ്യരാശിയുടെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും ഗാഥകളുമായി മാധ്യമലോകം എന്നും ഇവിടെയുണ്ടാവും. നവംബർ 16 ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ദിവസമാണ്. 1966 രൂപീകൃതമായ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പിറന്നാൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ 4ാം തൂണായി മാധ്യമങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട ദിവസം. ശബ്ദമുയർത്താൻ അവകാശമില്ലാത്തവർക്കു വേണ്ടി ശബ്ദിച്ചും അധികാരത്തിന്റെ കോട്ടമതിലുകൾക്കുള്ളിലേക്ക് സത്യത്തിന്റെ വെളിച്ചമെത്തിച്ചും ഒരു കാലത്ത് ഈ തൂൺ തല ഉയർത്തി നിന്നു. 1966 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപനത്തിന്റെ ഓർമ്മയ്ക്കായി ആചരിക്കുന്ന ദേശീയ പത്രദിനം. മാധ്യമങ്ങളെ ജനാധിപത്യത്തിന്റെ 4ാം തൂണായി പ്രകീർത്തിക്കുമ്പോഴും നിലവിലെ സാഹചര്യം ഈ മേഖലയുടെ അതിജീവനത്തെ ചോദ്യം ചെയ്യുന്നു. ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ബഹുമുഖമാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കോർപ്പറേറ്റ് താൽപര്യങ്ങളും മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുമ്പോൾ ഈ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മാധ്യമങ്ങൾ മുന്നോട്ട് കുതിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇതിനായി സ്വതന്ത്രവും ധീരവുമായ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. എപ്പോഴൊക്കെ ജനാധിപത്യ ധ്വംസനം നടക്കുന്നുവോ അപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും അവയെ ചെറുക്കുകയും ചെയ്യുന്നു. ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി പ്രവർത്തിക്കുന്നതോടൊപ്പം
സമൂഹത്തിൽ ഇടയ്ക്കിടെ കടന്നുവരാറുള്ള അപകടകരങ്ങളായ ചില സംഭവങ്ങളിലേക്ക് പൊതുജന ശ്രദ്ധ തിരിക്കുന്നതും അത് തടയാൻ സഹായിക്കുന്നതും മാധ്യമങ്ങളാണ്. അധികാരത്തിന്റെ കയ്യൂക്കിനാൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോഴും മാധ്യമങ്ങൾ ഈ പ്രതിസന്ധി തകർത്തെറിഞ്ഞ് യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കും. സത്യത്തിന്റെ പ്രകാശമായി ജ്വലിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ അന്ത്യമില്ലാത്ത ശബ്ദമായി മാറുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്. അഷ്ടമുടിക്കായലിൽ കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചു. കൊല്ലം വാളത്തുങ്കൽ സ്വദേശികളാണ് മരിച്ചത്. 6 പേരടങ്ങുന്ന സംഘം അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ബോട്ട് ജെട്ടിയിൽ കുളിക്കാനായി എത്തിയതാണ്. ഇവരിൽ 2 പേരാണ് മുങ്ങി മരിച്ചത്. കൊല്ലം അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ബോട്ട് ജെട്ടിയിൽ കുളിക്കാനിറങ്ങിയ 2 പേരാണ് മുങ്ങി മരിച്ചത്. വാളത്തുങ്കൽ സ്വദേശികളായ 17 വയസ്സുകാരനായ അഭിജിത്ത്, 19 വയസ്സുകാരനായ ആദിത്യൻ എന്നിവരാണ് മുങ്ങി മരിച്ചത്. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. 6 കുട്ടികളടങ്ങുന്ന സംഘമാണ് ഞായറാഴ്ച രാവിലെ മുതൽ ബോട്ട് ജെട്ടിയിൽ കുളിക്കാനെത്തിയത്. ഇവരിൽ 2 പേർ വെള്ളത്തിൽ ആഴത്തിലകപ്പെട്ടതോടെ കരയിൽ നിൽക്കുന്ന കൂട്ടുകാർ ബഹളം വെച്ചു. ഇത് കേട്ടെത്തിയ പ്രദേശവാസികളാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അഗ്നിരക്ഷാ സേനാ സംഘവും കൊല്ലത്ത് നിന്നുമുള്ള സ്കൂബ സംഘവും എത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരുന്നു. ഇരുവരെയും കരയ്ക്ക് കയറ്റിയ ശേഷം ആംബുലൻസ് സഹായത്തോടെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തലിന് കാൽനാട്ടി. അഞ്ചലിലാണ് കലോത്സവം നടക്കുന്നത്. അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അഞ്ചലിലാണ് നടക്കുന്നത്. അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. കലോത്സവ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ച അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന പന്തലിന് കാൽനാട്ടി. DD KA ലാൽ, DO അജയ്കുമാർ, AEO ജഖ്ഫറുദ്ദീൻ, ചെയർപേഴ്സൺ ഉമാദേവി, കൺവീനർ A അനിൽകുമാർ, അധ്യാപക സംഘടനാ നേതാക്കളായ സക്കറിയ മാത്യു നല്ലില, പാറങ്കോട് ബിജു, ആർക്കുന്നൂർ രാജേഷ്, ശ്രീഹരി, ജാസ്കർ ഖാൻ, കിഷോർ, സാജൻ MS, RJ ശ്രീ, പ്രദീപ് കുമാർ, അനസ് ബാബു, ഷീലാമണി, സൂജു തുടങ്ങിയവർ പങ്കെടുത്തു. അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ ഒരുക്കുന്ന ഈ പന്തൽ പോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള മറ്റ് 14 വേദികളും നമ്മളുടെ 1-ാം വേദി ആണ് എന്നുള്ള മനോഭാവത്തിൽ ഒരുക്കത്തോടു കൂടി എല്ലാം ഏറ്റവും ശ്രദ്ധയോടുകൂടി കാര്യക്ഷമമായിട്ട് നമ്മൾ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ആശംസിക്കുന്നു. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കലോത്സവം സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി നമ്മുടെ എല്ലാ കമ്മിറ്റികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രോഗ്രാം കമ്മിറ്റിക്കും ബാക്കി എല്ലാ കമ്മിറ്റികളും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ കലോത്സവം നടത്തി തീർക്കുവാൻ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നൂറനാട് ഇടക്കുന്നത്ത് ഇടിമിന്നലേറ്റ് നാശനഷ്ടം. ഇടക്കുന്നം മുറിയിൽ തെങ്ങുവിളയിൽ രാധാകൃഷ്ണപിള്ളിയുടെ വീട്ടുപകരണങ്ങൾ, ജനാല, ഭിത്തി എന്നിവ ഇടിമിന്നലിൽ നശിച്ചു. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു. നൂറനാട് ഇടക്കുന്നത്താണ് ഇടിമിന്നലേറ്റ് നാശനഷ്ടമുണ്ടായത്. ഇടക്കുന്നം മുറിയിൽ തെങ്ങുവിളയിൽ രാധാകൃഷ്ണപിള്ളയുടെ വീട്ടുപകരണങ്ങളും ജന്നലിനും ഭിത്തിക്കുമാണ് ഇടിമിന്നലേറ്റ് നാശനഷ്ടം സംഭവിച്ചത്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറയുന്നു. പണിക്ക് പോയപ്പോൾ മഴയെ പിടിച്ച് വേറെ വീട്ടിൽ കയറി മഴ കുഴപ്പമില്ല. തിരിച്ചു വന്നപ്പോൾ കഥ തുറന്നു നോക്കിയപ്പോൾ ഇവിടെ മൊത്തം പൊട്ടിപ്പറിഞ്ഞ് കിടക്കുക, ലൈൻമോ എല്ലാം പോയി കിടക്കുക. അവിടെ തീ പിടിച്ചതിന് തൊട്ടുള്ള രീതിയായിപ്പോയി. ഒന്നും അക്കാത്തില്ല. പിന്നെ ഇപ്പോൾ വയറിങ് ചെയ്യാന്ന് പറഞ്ഞു. അത് ഇപ്പോൾ പൈസ ഇല്ല. പൈസ ഇല്ലാതെ ഇങ്ങനെ ഉണ്ടാകണമെന്നുള്ള വിചാരമില്ല. ഞങ്ങൾ കൂലി ചെയ്തായി ജീവിക്കുന്നു. ഇങ്ങനെ പോകുന്നുള്ളതൊന്നും അറിയില്ല. വീടിന്റെ മുഴുവൻ ഭാഗവും വയറിംഗ് ചെയ്തെങ്കിൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ സമയം രാധാകൃഷ്ണപിള്ളയും ഭാര്യയും സമീപത്തെ വീട്ടിലായിരുന്നതിനാലാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പണിക്ക് പോയേക്കുമായിരുന്നു. പണിയും കഴിഞ്ഞ് വരുന്ന വഴിക്കൊരു മഴയായ ഇപ്പം വീട്ടിൽ കയറിയിരുന്ന് വെച്ച് മഴ തോന്നി വീട്ടിൽ വന്നപ്പം പെരയിലുള്ള ഉപകരണങ്ങളും ടിവിയും ഫ്രിഡ്ജും ഫാനുകളും എല്ലാം അടിച്ചു. വയറിങ് ചെയ്ത ഭാഗം എല്ലാം കത്തി നടക്കുന്നു. അന്നേരം കഥ പറഞ്ഞപ്പോൾ ഇത് മനസ്സിലായ ഇടിമിന്നലായിട്ട് തന്നെ. പിന്നിപ്പം കേസ് വെച്ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പുതിയ വയറിങ് എന്ന് പറഞ്ഞാൽ ഉടനെ വയറിങ് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നുമില്ല. അത് ഞങ്ങൾ പണി ചെയ്തൊക്കെ ജീവിക്കുന്നവരാ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, ഭയങ്കര പ്രയാസമുണ്ട്. ഇങ്ങനെ എല്ലാം നശിച്ചു പോയി. എൻ്റെ ഫ്രിഡ്ജും എല്ലാ സാധനങ്ങളും നശിച്ചു പോയി, ഫാനും എല്ലാം. പെരയുടെ ഭിത്തിയും പൊട്ടി, മേൽക്കൂരയുടെ പൊട്ടി, ഈ തറയുടെ മൂല ഭാഗം പൊട്ടി. അങ്ങ് ആകെ വിഷമത്തിലിരിക്കുക. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കരുനാഗപ്പള്ളിയിൽ നിന്നും വാഹനം മോഷ്ടിച്ചയാൾ മൂവാറ്റുപുഴയിൽ നിന്നും പിടിയിലായി. പത്തനംതിട്ട തടിയാർ സ്വദേശി ഷാജൻ ചാക്കോയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷണം പോയ കേസിലാണ് അറസ്റ്റ്.
CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റുണ്ടായത്. പത്തനംതിട്ട തടിയാർ കൈപ്പുഴ ഷേറിൽ ഷാജൻ ചാക്കോയാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. സെപ്റ്റംബർ 22-ന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ മുൻവശം പാർക്ക് ചെയ്തിരുന്ന ഹോണ്ട ആക്ടീവ സ്കൂട്ടർ മോഷണം പോയിരുന്നു. തുടർന്ന് നടത്തിയ CCTV പരിശോധനയിലാണ് ഷാജൻ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടരന്വേഷണത്തിൽ ഇയാളെ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പിടികൂടുകയായിരുന്നു. മോഷ്ടിച്ച വാഹനവും കണ്ടെത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി ACP VS പ്രദീപിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴയ്ക്ക് കാരണമാകുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തിന് സമീപമായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിങ്കളാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മാസം 19 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തിന് സമീപമായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായാണ് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നവംബർ 17-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 18-ന് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും നവംബർ 19-ന് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. കരുനാഗപ്പള്ളിയിൽ അനുവദിച്ച കോളേജിന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. തഴവയിൽ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജിനാണ് സ്വന്തം കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും. കരാർ ഏറ്റെടുത്ത കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. 2 ഘട്ടങ്ങളായാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. 1-ാം ഘട്ടമായി സെൻട്രൽ ബ്ലോക്ക് കെട്ടിടം 3 നിലകളിലായി നിർമ്മിക്കുന്നതിനാണ് ടെൻഡർ ചെയ്ത് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായി 12,393 സ്ക്വയർ ചതുരശ്ര മീറ്റർ അളവിലുള്ള കെട്ടിടമാണ് ലക്ഷ്യം. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 2016-ൽ അനുവദിച്ച് തഴവയിൽ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. 2 ഘട്ടങ്ങളായാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. 1-ാം ഘട്ടമായി സെൻട്രൽ ബ്ലോക്ക് കെട്ടിടം 3 നിലകളിലായി നിർമ്മിക്കുന്നതിനാണ് ടെൻഡർ ചെയ്ത് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായി 12,393 സ്ക്വയർ ചതുരശ്ര മീറ്റർ അളവിലുള്ള കെട്ടിടമാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 5,197 ചതുരശ്ര മീറ്റർ കെട്ടിട നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങൾ നേരിട്ടിരുന്നു. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അനുവദിച്ച വസ്തുവിലാണ് പുതുതായി കോളേജ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പ്രവേശിക്കേണ്ടതിനാൽ IHRDയുടെ പ്രത്യേക അനുവാദം ലഭ്യമാക്കി. ഇതിനായി MLAയുടെ ആവശ്യപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് അനുവാദം ലഭ്യമാക്കി. കരാർ ഏറ്റെടുത്ത കമ്പനി നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയുമായി നവംബർ 6-ന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനാൽ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിച്ച് കരുനാഗപ്പള്ളിയിൽ ആരംഭിച്ച ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സ്വന്തമായി കെട്ടിടമെന്ന സ്വപ്നം ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്ന് CR മഹേഷ് MLA അറിയിച്ചു. കരാർ ഏറ്റെടുത്ത കമ്പനി നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയുമായി നവംബർ 6-ന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സ്വന്തമായി കെട്ടിടമെന്ന സ്വപ്നം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. സംഭവത്തിൽ മധ്യവയസ്കൻ പിടിയിൽ. തൊടിയൂർ പുലിയൂർ വഞ്ചി കിഴക്ക് സ്വദേശി നാസറാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസമായിരുന്നു സംഭവം. തൊടിയൂർ പുലിയൂർ വഞ്ചി കിഴക്ക് പനക്കത്തറയിൽ നാസറാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു സംഭവം. കുട്ടിയുടെ മാതാപിതാക്കൾ CWCയിൽ സമീപിക്കുകയും CWCയുടെ റിപ്പോർട്ട് പ്രകാരം കരുനാഗപ്പള്ളി പോലീസ് കേസെടുക്കുകയുമായിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ഇയാൾ പന്തളം, തേവലക്കര ഭാഗങ്ങളിൽ ഒളിവിൽ താമസിക്കുകയും പോലീസിന്റെ നീക്കം മനസ്സിലാക്കി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയുമായിരുന്നു. ഇയാൾ ഒളിവിൽ കഴിഞ്ഞ സമയം ഫോൺ ഉപയോഗിക്കാതെയും പേരുമാറ്റിയുമായിരുന്നു താമസിച്ചിരുന്നത്. ഇയാളുടെ നീക്കം മനസ്സിലാക്കിയ പോലീസ് പിന്തുടർന്ന് തിരുവനന്തപുരത്തു നിന്നും പിടികൂടുകയായിരുന്നു. കരുനാഗപ്പള്ളി ACP VS പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അഴീക്കലിലെത്തുന്ന സഞ്ചാരികൾ സ്വയം അപകടക്കെണിയൊരുക്കുന്നു. ആലപ്പുഴ, കൊല്ലം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പാലമായ വലിയഴീക്കൽ പാലത്തിന്റെ വശങ്ങളിലൂടെ സാഹസികമായി മുകളിലേക്ക് കയറുന്ന യുവാക്കൾ മറ്റുള്ളവരുടെ നെഞ്ചിടിപ്പും കൂട്ടുകയാണ്.
സ്വന്തം ജീവൻ പോലും അവഗണിച്ചാണ് യുവാക്കളുടെ സാഹസം. കഴിഞ്ഞ ദിവസം 4 യുവാക്കൾ പാലത്തിന്റെ വശങ്ങളിലൂടെ മുകളിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പാലങ്ങളിലൊന്നാണ് അഴീക്കൽ പാലം. ഇവിടെ എത്തുന്ന സഞ്ചാരികളാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പലപ്പോഴും സാഹസിക അഭ്യാസങ്ങൾ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4 യുവാക്കൾ പാലത്തിൻ്റെ വശങ്ങളിലൂടെ മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിസാഹസപ്പെട്ട ആർച്ചുപാലത്തിൻ്റെ മുകളിലേക്ക് കയറുന്നവർ വീണാൽ ഒന്നുകിൽ കായലിലേക്കോ അല്ലെങ്കിൽ റോഡിലേക്കോ ആകും പതിക്കുക. പലപ്പോഴും ഇവിടെ യുവാക്കളുടെ അതിസാഹസികമായ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികളും നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ഓച്ചിറ പോലീസും ആലപ്പുഴ ജില്ലയുടെ തെക്കേയറ്റത്തുള്ള കനകക്കുന്ന് പോലീസുമാണ് ഇവിടങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കേണ്ടത്. വലിയഴീക്കൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ സമീപത്തല്ല പോലീസ് സ്റ്റേഷനുകൾ എന്നുള്ളതും ഇവിടെ ആർക്കും എന്തും ചെയ്യാമെന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന്റെ കാരണമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അഴീക്കലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന ആവശ്യവും ദീർഘനാളായി ഉയരുന്നുണ്ട്. തദ്ദേശീയരായ നിരവധി ടൂറിസ്റ്റുകളാണ് വൈകുന്നേരങ്ങളിൽ അഴീക്കൽ എത്തുന്നത്. ഇവിടെ എത്തുന്നവർ ബീച്ചിലും ഒപ്പം പാലത്തിന്റെ ഭംഗിയും ലൈറ്റ് ഹൗസും കണ്ടാണ് മടങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇവിടെ വലിയ തിരക്കും അനുഭവപ്പെടാറുണ്ട്. രാത്രി വരെ തിരക്ക് നീളും. ഇവിടെ പൂർണ്ണസമയം പോലീസിന്റെ സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ വലിയഴീക്കൽ പാലം ഒരുപാട് വിദൂരമല്ലാതെ തന്നെ അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട സ്ഥിതി ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. പുണ്യദർശനത്തിന്റെ സുഹൃതം നുകർന്ന് മണ്ഡലകാലത്തിന് തുടക്കം. ശബരിമല നട തുറന്നു. ആദ്യ ദിനം ശബരിമലയിൽ വൻ തിരക്ക്. അഷ്ടമുടിക്കായലിൽ കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചു. കൊല്ലം വാളത്തുങ്കൽ സ്വദേശികളാണ് മരിച്ചത്. 6 പേരടങ്ങുന്ന സംഘത്തിലെ 2 പേരാണ് മുങ്ങി മരിച്ചത്. നൂറിനാട് ഇടക്കുന്ന തിടിമിന്നലേറ്റ് നാശനഷ്ടം. ഇടക്കുന്ന മൂലയിൽ തെങ്ങും വിളയിൽ രാധാകൃഷ്ണപിള്ളിയുടെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം. കരുനാഗപ്പള്ളിയിൽ അനുവദിച്ച കോളേജിന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും. കരാർ ഏറ്റെടുത്ത കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. 2 ഘട്ടങ്ങളായാണ് കെട്ടിട നിർമ്മാണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.